കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയിൽ നമുക്കൊരു ചെറിയ കുടിയേറ്റത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയാലോ? നമ്മൾ കുടിയേറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക മലയോരത്തേക്കുള്ള കുടിയേറ്റമാണ്. എന്നാൽ തീരദേശത്തേക്കുള്ള ഒരു കുടിയേറ്റം ആലോചിച്ചാലോ? അരനൂറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 55 വർഷം മുമ്പ്, കുന്നംകുളം എന്ന പ്രദേശത്ത് നിന്ന്, പഴഞ്ഞി എന്ന ഗ്രാമത്തിൽ നിന്ന് പൈതൃക നഗരിയായ ചരിത്രമുറങ്ങുന്ന തലശ്ശേരി പട്ടണത്തിലേക്ക് ബദ്ലഹേം സ്കറിയ എന്ന മനുഷ്യൻ്റെ ഒരു കുടിയേറ്റം തുടങ്ങാം നമുക്ക്. സ്കറിയ എത്തുകയാണ് ഒരു സ്റ്റേഷനറി കടയിലെ ഒരു ഹോൾസെയിൽ ഷോപ്പിലെ ഒരു സെയിൽസ്മാനായി. അദ്ദേഹം തലശ്ശേരി എന്ന് പറഞ്ഞൊരു ചരിത്ര പട്ടണമാണ്. കോട്ടയുടെയും കടൽപ്പാലത്തിൻ്റെയും പാണ്ഡികശാലകളുടെയൊക്കെ വലിയ വ്യാപാര ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ്. ആ മണ്ണിലേക്ക് അരനൂറ്റാണ്ട് മുമ്പ് സ്കറിയ എത്തുകയാണ്. സ്കറിയ ഇവിടെ എത്തുന്നു. ബിസിനസ്, ആദ്യം ഒരു സെയിൽസ്മാനായി ജീവിതം തുടങ്ങുന്നു. അദ്ദേഹം ഘട്ടം ഘട്ടമായി ബിസിനസ് രംഗങ്ങളിലൂടെ വളരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ 3 മക്കളും കുടുംബവുമെല്ലാം തലശ്ശേരിയുടെ മണ്ണിൽ പിച്ച വെക്കുന്നു. ആ കുടുംബം ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെ? വ്യവസായ ഭൂപടത്തിൽ അവരുടെ സ്ഥാനം എന്ത്? ഈ അന്വേഷണമാണ് സക്സസ് സ്റ്റോറിയെ വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഹോം കെയർ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ്. ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഷർ കുക്കർ നിർമ്മാണത്തിൽ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമാണ്. നോൺ സ്റ്റിക്ക് നിർമ്മാണത്തിൽ കേരളത്തിലെ 2ാമത്തെ സ്ഥാപനം. നിങ്ങൾ ആലോചിക്കണം, വ്യവസായ നഗരം എന്നൊക്കെ പറഞ്ഞ കൊച്ചി ആളുകൾ പറയുക. പ്രഷർ കുക്കർ നിർമ്മിക്കാൻ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനം വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. വ്യവസായം എപ്പോഴും പ്രതിസന്ധിയാണെന്ന് പറയുന്ന മണ്ണിൽ വ്യവസായത്തിൻ്റെ പുതിയ രൂപം. പ്രഷർ കുക്കർ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരുടെ സന്തത സഹചാരിയാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇന്ന് എല്ലാ വീട്ടിലെയും അവിഭാജ്യ ഘടകമാണ്. ഈ നിർമ്മാണങ്ങളെല്ലാം നമ്മുടെ കണ്ണൂരിൽ വന്നിരിക്കുന്നു. പ്രഷർ കുക്കറിൽ 1ാം സ്ഥാനത്ത് ആദ്യത്തെ സ്ഥാപനം. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ നിർമ്മാണത്തിൽ 2ാമത്തെ, കേരളത്തിലെ വടക്കേ മലബാറിലെ ആദ്യത്തെ സ്ഥാപനം. ഇങ്ങനെ ഒരു സ്ഥാപനത്തിലൂടെ സഞ്ചരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു സ്ഥാപനം കണ്ണൂരിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളിങ്ങനെ ആലോചിക്കും, കണ്ണൂരിൽ നടക്കുമോ ഇതെല്ലാം? എല്ലാം നടക്കും. അതിൻ്റെ തെളിവാണ് ഈ വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിലെ ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാർ 3 പേരാണ്. സ്കറിയ എന്ന അന്നത്തെ സെയിൽസ്മാനിൽ നിന്ന് തുടങ്ങി അദ്ദേഹം തുടങ്ങി വെച്ച വ്യവസായ അല്ലെങ്കിൽ വ്യാപാര പ്രസ്ഥാനങ്ങളിലൂടെ വളർന്ന് പന്തലിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 3 മക്കളും. അദ്ദേഹം ഇന്ന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ സുനിൽ സ്കറിയ, സനിൽ സ്കറിയ, സച്ചിൻ സ്കറിയ, 3 സഹോദരങ്ങളാണ്. അവർ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം സ്കറിയയുടെ 3 മക്കൾക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഈ നമുക്ക് സനിൽ നിന്ന് തുടങ്ങാം, കാരണം മൂത്തയാളല്ലേ. ഈ സക്സസ് സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആളുകൾ അന്വേഷിച്ച് ഇങ്ങനെ പോകും. നമ്മുടെ വെറൈറ്റി നമ്മൾ 150ാം എപ്പിസോഡിലേക്ക് എത്താൻ പോവുകയാണ്. നമ്മുടെ തുടക്കം മുൻ DGP KJ ജോസഫിൽ നിന്നാണ്. ഞങ്ങൾ നമ്മുടെ കണ്ണൂർ എയർപോർട്ടിന്റെ MD ആയിരുന്ന തുളസീദാസ് IAS, ശൈല ടീച്ചർ, നിതിൻ വത്സനായി ഒത്തിരി IPSകാരും IASകാരും വ്യവസായ പ്രമുഖരൊക്കെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത്. താങ്കളിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഈ കുടിയേറ്റത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ് തുടങ്ങണം. ഈ സനിൽ സ്കറിയയുടെ ഓർമ്മയിൽ എപ്പോഴാണ് തലശ്ശേരിയിലേക്ക് വരുന്നത്? ജനിക്കുന്നത് ശരിക്കും തലശ്ശേരിയിലാണോ? ജനിക്കുന്നത് തലശ്ശേരിയിലല്ല, തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്ത്
പഴഞ്ഞി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനനം. അച്ഛന്റെ പേര് സ്കറിയ, അമ്മ അച്ഛന്റെ പേര് സ്കറിയ, അമ്മയുടെ പേര് ലിസി സ്കറിയ. നിങ്ങൾ 3 മക്കളാണ്. ഈ സനിലിന്റെ ഒരു ഓർമ്മയിൽ തലശ്ശേരിയിലേക്ക് പിതാവ് വന്നതിനെ കുറിച്ച് പിതാവ് പങ്കുവച്ച ഓർമ്മകൾ എന്താണ്? അരനൂറ്റാണ്ട് മുമ്പാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു സെയിൽസ്മാൻ ആയിട്ടാണ് വരുന്നത്. ഒരു ഹോൾസെയിൽ സ്റ്റേഷനറി കടയിലെ സെയിൽസ്മാൻ ആയിട്ട് വരുന്നു. സെയിൽസ്മാൻ ആയിട്ടാണ് വരുന്നത്. വന്ന ശേഷം കുറെ സ്റ്റേഷനറിയിൽ തന്നെ ഹോൾസെയിലായിട്ട് നല്ല രീതിയിൽ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ സ്റ്റീൽ എന്ന് പറഞ്ഞ ഇതിലേക്ക് കടക്കുകയായിരുന്നു. സ്റ്റീലിന്റെ പാത്രങ്ങൾ അങ്ങനത്തെ ഐറ്റംസിലേക്ക് കടക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ ഏത് വയസ്സിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? എത്ര വയസ്സുണ്ടാവും? തലശ്ശേരിയിൽ വന്ന ഓർമ്മ എങ്ങനെയാണ്? ചെറിയ പ്രായത്തില് ഇപ്പോ പപ്പാദ്യം വന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഏകദേശം ഒരു 1980 കാലഘട്ടത്തിലാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, സാമ്പത്തികമായിട്ട് വലിയൊരു എന്താ പറയാ, ഒരു സെയിൽസ്മാൻ അച്ഛന്റെ 3 മക്കൾ വരിക എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്ഥിതി നമുക്കറിയാം, ആലോചിക്കാവുന്നേ ഉള്ളൂ. ആ രീതിയിലൊക്കെ തന്നെയാണ് കടന്നു വന്നത്. പിന്നെ തുടർച്ചയായി നല്ല നല്ല ആത്മാർത്ഥതയും ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായിരുന്നു. പിതാവിനെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോ സുനിലിന് പിതാവിൽ നിന്ന് കിട്ടിയ പല ആളുകളും, നമ്മുടെ ഏറ്റവും വലിയ സർവകലാശാല നമ്മുടെ വീടാണ്. വീട് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് വിദ്യാഭ്യാസവും ഉള്ളൂ. അച്ഛൻ പകർന്നു നൽകിയ ഒരു ബിസിനസ് ലൈൻ, താങ്കൾ ഒരു റോൾ മോഡലായി അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ അതിന് പിടിച്ച പാഠം എന്താണ് അച്ഛൻ നിന്ന്? സ്കറിയ എന്ന സാധാരണക്കാരനായ ഒരു സെയിൽസ്മാൻ നിന്ന് അദ്ദേഹം വളർന്നു വരുമ്പോൾ കണ്ടുപിടിച്ച പാഠങ്ങൾ എന്താണ്? ബിസിനസിനോട് നല്ല ആത്മാർത്ഥത പുലർത്തിയിരുന്നു. നല്ലൊരു എത്തിക്സ്, എന്തായാലും ആ ബിസിനസിന്റെ ഒരു എത്തിക്സ് നല്ല രീതിയിൽ കൊണ്ട് നടന്നിരുന്നു. ഈ സെയിൽസ്മാനിൽ നിന്ന് അദ്ദേഹം മാറുന്നത് എങ്ങോട്ടാണ്? ഈ സെയിൽസ്മാൻ കഴിഞ്ഞ് കുന്നംകുളം സ്റ്റേഷനറി എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തി. അതിനുശേഷം നമ്മൾ തലശ്ശേരി ലോഗൻസ് റോഡിൽ കുന്നംകുളം സ്റ്റേഷനറി എന്ന് പറഞ്ഞ സ്ഥാപനം സ്ഥാപിച്ചു. ആദ്യത്തെ കുന്നംകുളം പേരിലുള്ള സ്ഥാപനം അതാണ്. കുന്നംകുളം സ്റ്റേഷനറി എന്ന് പറഞ്ഞ പേരിൽ ആദ്യം തലശ്ശേരിയിൽ സ്ഥാപിച്ച ഒരു സ്റ്റേഷനറി. ഈ കുന്നംകുളംകാർ എത്ര പേരുണ്ട് തലശ്ശേരിയിൽ ഇപ്പോൾ? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100-200 ആളുണ്ടായിരുന്നു. ഒരുപാട് 100-200 മേലെ ഉണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഹോൾസെയിൽ സെഗ്മെന്റ് ഒക്കെ കുന്നംകുളംകാരായിരുന്നു. കുന്നംകുളംകാരുടെ ഒരു കുത്തകയായിരുന്നു. ആ കുന്നംകുളം അവരുടെ കുത്തകയായിരുന്നു പറയായിരുന്നു ആ കാലത്ത്. അതിനുശേഷം നമ്മൾ ആ മേഖലയിൽ തന്നെ, തൃശ്ശൂർ ജില്ലയുടെ പല മേഖലയിൽ തന്നെ കുറെ അവിടെയുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ഈ ഇപ്പൊ വ്യാപാരി വ്യവസായി മേഖലയിലൊക്കെ കുന്നംകുളംകാർ ഒത്തിരി ഉണ്ട്. ഇങ്ങനെയൊക്കെ കുറെ മനുഷ്യരുണ്ട്. ഇവരൊക്കെ പരിചയമുണ്ടോ? ഇവരൊക്കെ സൗഹൃദം എങ്ങനെയാണ്? പിന്നെ ചിന്നേട്ടനും CC വർഗീസ് ഏട്ടനും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലിയെ പോലെയാണ്. തലശ്ശേരിയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു എന്താ പറയാ, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കടന്നു വന്നു. ഇവിടെ ഒരു പള്ളി കാര്യങ്ങള് ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ. 200 പേരടങ്ങുന്ന 200 മേലെ ഉണ്ടാവും. ഒരു വലിയൊരു സമൂഹം തന്നെയാണ്. നിങ്ങൾക്കൊരു സംഘടനയൊക്കെ സദേൺ മർച്ചന്റ് അസോസിയേഷൻ സംഘടനയുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ ക്ലബ്ബ്. ഞങ്ങൾക്കൊരു എന്താ പറയാ, സന്തോഷിക്കാനുള്ള കുറച്ച് ഇതൊക്കെ പള്ളി സെന്റ് മേരീസ് ഓർത്തഡോക്സ് തലശ്ശേരി വീനസ് കോർണറിന്റെ അവിടെയാണ് പള്ളി ഉള്ളത്. അവിടെ എല്ലാ ആഴ്ചയും ഞങ്ങൾ ഒത്തുകൂടും. കൂടാതെ മറ്റേ ഫെസ്റ്റിവലുകളൊക്കെയാണ് മീറ്റിംഗ്സും അതേപോലെ ക്ലബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷിച്ച് ഒത്തുചേർന്ന് പോകുന്ന ഒരു സമൂഹം, ഒരു ടീമായിട്ട്. സ്റ്റേഷനറി ആയിരുന്നു ഒരു കാലത്ത് ഈ കുന്നംകുളം വന്ന വ്യാപാരികളുടെ ഒരു കുത്തകയായിരുന്നു. അവിടെ നിന്ന് മാറ്റം ഉണ്ടായത് എപ്പോഴാണ്, എങ്ങനെയാണ്? 94-ലാണ് നമ്മൾ ചേഞ്ച് ആവുന്നത്. 94-ലാണ് കുന്നംകുളം സ്റ്റേഷനറി എന്ന ബിസിനസ്സിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് വരുന്നത് 94-ലാണ്. ഏതാണ് ആ സ്ഥാപനം? അത് യൂണിറ്റി സ്റ്റീൽസ് എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ്. അതിനൊരു കാരണം എന്താ? അതിലേക്ക് വരാം. കാരണം നിങ്ങൾ ഈ സ്റ്റേഷനറി ആണല്ലോ നിങ്ങളുടെ പുസ്തക. കൊച്ചിൻ സ്റ്റേഷനറി, PKG, കൊച്ചുണ്ണിയേട്ടനൊക്കെ ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തില്? കൊച്ചുണ്ണിയേട്ടൻ, ചിന്നേട്ടൻ, CC വർഗീസ്, രാജൻ. അങ്ങനെ പഴയ കാലത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ പഴയ ആദ്യഘട്ടങ്ങളിലാണ് പപ്പയൊക്കെ വന്നിട്ടുള്ളത്. CK ജോസ് ബ്രദേഴ്സ്, അങ്ങനെ ഒരുപാട് കച്ചവടക്കാരൊന്നും വന്നിരുന്നു. എല്ലാവരും ഒരു തൊഴിൽ മേഖലയായിട്ടാണ് വന്നത്. പിന്നെ അത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ ഫീൽഡിലേക്ക്. എന്തുകൊണ്ടായിരിക്കും ഈ കുന്നംകുളംകാർ സ്റ്റേഷനറി ഫീൽഡിൽ നമ്പർ 1 ആയത്? കുന്നമത്തെ ചരിത്രം ഉണ്ടല്ലോ. ബുക്കുകളായാലും ബുക്കുകൾ ബൈൻഡിങ്, ഇതിനൊക്കെ കേരളത്തില് എനിക്ക് തോന്നുന്നു കുന്നമത്ത് മാത്രമേ ഉള്ളൂ. അതായത് ബുക്ക് ബൈൻഡിങ്ങുകളായിട്ടും അങ്ങനെയുള്ള ഒരു മേഖല കംപ്ലീറ്റ് കുന്നമത്താണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്റ്റേഷനറി ഫീൽഡ് 94-ലാണ് യൂണിറ്റി സ്റ്റീൽസ് എന്ന് പറയുന്ന. ഈ യൂണിറ്റി സ്റ്റീൽസിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? യൂണിറ്റി സ്റ്റീൽ ഇളവേനല്ലേ സച്ചിൻ? എങ്ങനെയാണ് അതിന്റെ ഈ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആദ്യത്തെ സ്ഥാപനം ഹോൾസെയിൽ നിങ്ങളായിരുന്നു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. രണ്ടാമത്തെ സ്ഥാപനം എന്നൊക്കെ പറയാം. അതെയോ? എങ്ങനെയാ അതിന്റെ ഓർമ്മ? എന്റെ ഓർമ്മ, ഞാൻ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കും. അന്ന് എനിക്ക് ഇപ്പൊ ഇളയ മകനായോണ്ട് ഓട്ടോമാറ്റിക് അതെ, അതുകൊണ്ട് പപ്പട ഒരു ലാളന കൂടുതലുണ്ടെന്ന് തോന്നുന്നു.
അപ്പൊ ഞാൻ അത് ഇവർക്ക് ലാളന കുറവാണ്. അല്ല, ഇവര് ഓട്ടോമാറ്റിക് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആടിക്കാൻ സമയമില്ലാന്ന് പറയാം. എനിക്ക് അങ്ങനെ തോന്നി. വെച്ചാല് ഇവര് ഓട്ടോമാറ്റിക് പപ്പയുടെ കൂടെ ചേരുമായിരുന്നു. ഓട്ടോമാറ്റിക് പെട്ടെന്ന് ചേരുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് കാണുന്നതിന്റെ ഒന്നുമില്ല. എന്താണ് പഴയകാല ഓർമ്മ വരിക? അത് കാരണം ഇന്ന് നിങ്ങളൊക്കെ ജീവിക്കുന്നത് അത്യാവശ്യം എല്ലാ ആധുനിക സൗകര്യങ്ങളുടെയും നടുക്കാണ്. പപ്പ തുടങ്ങിയത് ഒരു ആധുനിക സൗകര്യവും ഇല്ലാത്ത ഒരു സെയിൽസ്മാന്റെ ജീവിതമാണ്. സച്ചിൻ എന്ന ആ 5 വയസ്സുകാരനിൽ തുടങ്ങുമ്പോൾ ഓർമ്മ വരുമ്പോൾ ആ പിതാവിന്റെ പാതയും അന്നത്തെ കാലം എങ്ങനെ ഓർക്കുന്നു? അത് പപ്പ പറഞ്ഞു തന്നാണെങ്കിൽ പപ്പ ഞാൻ കാണുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് എന്താ വെച്ചാൽ പപ്പയ്ക്ക് 7 സഹോദരന്മാരുണ്ട്. മൊത്തത്തിൽ 7, പപ്പ അടക്കം 7 പേര്. അപ്പൊ ഞാൻ അറിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് വീട്ടില് ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങൾ പോലും ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു 7 മക്കളെ പോറ്റണമെങ്കിൽ ഒരു സെയിൽസ്മാൻ ആയിട്ട് മൂത്തയാള് പപ്പയാണോ? രണ്ടാമത്തെ ആള്. യെസ്. അപ്പോ അന്നത്തെ ഒരു കാലഘട്ടത്തില് പപ്പയുടെ അപ്പച്ചൻ നേരത്തെ മരിച്ചു. അപ്പൊ ആ സമയത്ത് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സഹോദരങ്ങളുടെ കൈ മുഴുവൻ അപ്പച്ചൻ പപ്പയുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ജീവിതം നടന്നു പോയതൊക്കെ ജീവിതം പറയുന്നത് പറഞ്ഞറിഞ്ഞ കഥ. അന്നത്തെ പഴഞ്ഞി പള്ളിയില് ഒരു വെള്ളിയാഴ്ച വരുമ്പോ കഞ്ഞി ഉണ്ടാവും. അപ്പൊ ഈ കഞ്ഞി കിട്ടാൻ പപ്പയും പപ്പയുടെ 2 കുഞ്ഞു പെങ്ങന്മാരും കൂടിയിട്ട് ഈ പാളയൊക്കെ എടുത്തിട്ട് നടക്കണം. കിലോമീറ്ററോളം നടന്നിട്ട് ആ പാളയിൽ കഞ്ഞിയായിട്ട് തിരിച്ചു വരണം. ഈ തിരിച്ചു വന്നിട്ട് വേണം വീട്ടിലുള്ളവർക്ക്. ഇത് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന് ഞങ്ങളുടെ സക്സസ് സ്റ്റോറി പറഞ്ഞൊരു കഥയുണ്ട്. ഇപ്പം സച്ചിൻ അത് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം ഈ ഉന്നത കുലജാതിയിൽപ്പെട്ടവരുടെ വീടുകളിൽ അടിയന്തരം നടക്കും. ആരെങ്കിലും മരിച്ചതിന്റെ അടിയന്തരം നടക്കുമ്പോൾ അദ്ദേഹം ഒരു മൺപാത്രവുമായി ആ വീടിന്റെ മുന്നിൽ പോയി നിൽക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു പായസം കൊടുക്കും, ഒരു കഞ്ഞി കൊടുക്കും. ഈ കഞ്ഞി അദ്ദേഹം വാങ്ങുന്ന ഒരു രംഗം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ ഇവർക്ക് വേണ്ടിയുള്ള സദ്യ ഒരുങ്ങുന്നുണ്ടാവും. അതിൻ്റെ കറികൾ ഉണ്ടാക്കുന്നതിൻ്റെ ഗന്ധം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറും എന്നാണ് പറയുന്നത്. അപ്പം അത് ഏതൊരു മനുഷ്യൻ്റെയും അരനൂറ്റാണ്ട് മുമ്പ് പറയുമ്പം ഇങ്ങനെയൊരു ഒരു കാലമുണ്ട്. ആ കാലം സച്ചിൻ എന്തു പഠിപ്പിച്ചു? പിതാവ് പറഞ്ഞു തന്ന ആ ഓർമ്മകൾ. ഇപ്പം പറഞ്ഞല്ലോ, ദുഃഖവെള്ളിക്ക് പഴഞ്ഞിപ്പള്ളിയിൽ പോയി ആ പാത്രത്തിൽ ആ കഞ്ഞി വാങ്ങിച്ചു കൊണ്ടുവന്ന് സഹോദരങ്ങളെ ഊട്ടിയ ഒരു പിതാവിൻ്റെ മകനാണ് സച്ചിൻ. അല്ലെങ്കിൽ നിങ്ങൾ 3 പേർ. ആ അനുഭവങ്ങൾ ജീവിതത്തിൽ എങ്ങനെ കരുത്തായി മാറുന്നു? നിങ്ങൾക്ക് നൽകിയ പാഠം എന്താണ്? അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. പപ്പയുടെ അധികം പ്രായമില്ലാത്ത സമയത്താണ് അപ്പച്ചൻ മരിക്കുന്നത്. പപ്പ പറഞ്ഞ കഥ എന്ന് വെച്ചാൽ 9-ാം വയസ്സിൽ പപ്പ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പച്ചന്റെ കൂടെ കിലോമീറ്ററോളം കൈ പിടിച്ച് നടന്ന് കുറെ ദൂരത്ത് പോയി അവിടെ അടക്ക പ്രസ് ചെയ്യുന്ന എന്തോ പരിപാടിയിൽ പപ്പ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ദൂരം കിലോമീറ്ററോളം നടക്കുമ്പോ അപ്പച്ചൻ കാല് വേദന എടുക്കുമ്പോ അപ്പച്ചനോട് പപ്പ പറയും എനിക്ക് കാല് വേദന എടുക്കുന്നുണ്ട് ഈ 9-ാം വയസ്സിൽ. അപ്പൊ അപ്പച്ചൻ അവിടെ നിന്ന് എന്തൊരു കളിപ്പാട്ടം ഒരു കിളിയോ അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ ഊർജ്ജത്തിലാണ് ബാക്കി നടക്കുന്നത്. അങ്ങനെ പപ്പയെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തം പപ്പ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിറവേറിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ബോധ്യം മനസ്സിൽ. ഈ സനിൽസ്കറിയ അപ്പൊ ഈ പിതാവുമായിട്ടുള്ള ഇപ്പം സച്ചിൻ പറഞ്ഞു കേട്ടു, സുനിൽ പറഞ്ഞത് കേട്ടു. താങ്കളുടെ ഓർമ്മയിലുള്ള കാലഘട്ടം എങ്ങനെയാണ് കടന്നു വരുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂണിറ്റി സ്റ്റീൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മള് ആദ്യം ഹോൾസെയിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മദ്രാസിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ സാധനം പർച്ചേസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നിങ്ങൾ 3 പേരും ജനിച്ചത് ശരിക്കും എവിടെയാ? 3 പേരും 3 പേര് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പഴനി തന്നെയാണ് 3 പേരും ജനിച്ചത്. അപ്പൊ പിതാവ് ഇവിടുന്ന് ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വരും. അങ്ങനെയായിരുന്നു. നിങ്ങൾ മൊത്തം കുടുംബം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ഏത് വർഷമാണ്? 84-86 നമ്മളിവിടെ. അതെ. അപ്പൊ പ്രാഥമിക പഠനമൊക്കെ എവിടെയായിരുന്നു? എല്ലാം ഘട്ടം ഘട്ടമായിട്ടായിരുന്നു. ചേലക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ഒരു ഗ്രാമം, അവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ വരുന്നത് കണ്ണൂരാണ്. കണ്ണൂർ ഒരു ദേവദാർക്കണ്ടി UP സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു UP സ്കൂൾ. പഴഞ്ഞിയിൽ പഠിക്കുന്നു. കണ്ണൂർ ദേവദാർക്കണ്ടി UP സ്കൂളിൽ പഠിക്കുന്നു. ദേവദാർക്കണ്ടി UP സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ വരുന്നത് നേരെ തലശ്ശേരി, ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊരു സ്കൂൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അറിയില്ല ഇത് എവിടെയാണ് സ്കൂൾ എന്താണെന്ന് പപ്പയ്ക്കൊന്നും അറിയില്ല. ഇത് എവിടെ ചേർക്കണം, എന്ത് ചേർക്കണം എന്ന് അറിയാത്തതുകൊണ്ട് ആ ഒരു രീതിയിൽ അവിടെയാണ്
പിന്നെ വരുന്നത് 4ാം ക്ലാസ്സിലായിട്ട് വരുന്നത് ഇവിടെയാണ്, തലശ്ശേരിയിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഞാൻ വരുന്നത് തലശ്ശേരി 4ാം ക്ലാസ്. സുല്ലോ ബേസ് ഇങ്ങനെ മാറി മാറി നിന്നായിരുന്നു ആ കാലഘട്ടത്തില്. പപ്പ പോകുന്നതിനനുസരിച്ച് അപ്പൊ നിങ്ങൾ ഈ പഴനിയിൽ നിന്ന് കണ്ണൂർ ദേവദർഗണ്ഡി UP സ്കൂൾ എന്ന് പറയും. സ്കൂളിലൊക്കെ ഇപ്പൊ പോയി നോക്കിയിട്ടുണ്ടോ? അങ്ങനെ സ്കൂൾ അവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സെന്റ് ജോസഫ്സ് സ്കൂള് നല്ലൊരു സ്കൂളിൽ കിട്ടി. സെന്റ് ജോസഫ് നല്ല അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സ്കൂളാണ്, ഏറ്റവും ലീഡിംഗ് സ്കൂളാണ്. അതെ അതെ, 100% SLC വിജയം നേടുന്ന ഒരു സ്കൂളാണ് സെന്റ് ജോസഫ് ബോയ്സ് സ്കൂൾ എന്ന് പറയും. അതിലേക്ക് പഠനമായിട്ട് അങ്ങോട്ട് വന്നു. സച്ചിനോ? സച്ചിൻ വരുമ്പോഴത്തേക്ക് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് എവിടെയാ ചേരുന്നത്? ഞാനിവിടെ ബെസ്റ്റ് നഴ്സറി സ്കൂള്. ഓർമ്മയുണ്ട്. ഡോളി മിസ്സിന്റെ ഒക്കെ പേര് ഇപ്പൊ ഒരാൾ പറയുമ്പോഴായിരിക്കും ജനം അറിയുക. പറ്റില്ല, കാരണം ബെസ്റ്റ് നഴ്സറി സ്കൂള് അന്ന് റോട്ടറി, ബെസ്റ്റ് നഴ്സറി സ്കൂൾ എന്നൊക്കെ പറഞ്ഞ തലശ്ശേരിയിലെ ബ്രാൻഡുകളായിരുന്നു. ഇപ്പം പൊതുവിദ്യാഭ്യാസം വളർന്നു, അതെല്ലാം ഔട്ടായി. എന്താണ് ബെസ്റ്റ് നഴ്സറി സ്കൂളിന്റെ സച്ചിന്റെ ഓർമ്മകൾ? നല്ല ഓർമ്മകളാണ് എനിക്ക് ഈ ഡോളി മിസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഒത്തിരി കുട്ടികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഡോളി മിസ്? പിന്നെ അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറവാണ്. മമ്മിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പപ്പയുടെ യാത്രകളിലാണ് ശരിക്കും പറഞ്ഞ ഇവരുടെ പഠനം. ഇപ്പൊ പപ്പയ്ക്ക് അവിടെ കുറച്ച് നിൽക്കേണ്ടി വന്നു, അതിന്റെ ഇടയിൽ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഇതിന്റെ ഇടയില് സ്കൂളുകൾ കറക്റ്റ് കണ്ടുപിടിക്കുക, മാറ്റുക എന്നുള്ളതൊക്കെ അന്നത്തെ കാലത്ത് കുറെ കുടുംബം പോറ്റാൻ ബുദ്ധിമുട്ടിന്റെ പഠിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഏട്ടന്മാരുടെ പഠനം മുന്നോട്ട് പോയത്. ഞാൻ വരുമ്പോ ഒന്നും കൂടി നമുക്കൊന്ന് നിൽക്കാമെന്നുള്ളൊരു കാലഘട്ടത്തിൽ എത്തി. പപ്പയുടെ ഒരു അധ്വാനം തുടങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അപ്പൊ മമ്മിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. അങ്ങനെയാണ് ബെസ്റ്റിൽ. എത്രാം ക്ലാസ് വരെയാ? 4ാം ക്ലാസ് വരെ. 4 വരെയുള്ള പഠനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ കാലഘട്ടം? നന്നായി. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ സജു നിങ്ങൾ പിന്തുടർന്നു? നിങ്ങളൊക്കെ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? ഞങ്ങൾക്കൊരു 4 വയസ്സിന്റെ വ്യത്യാസം. 2 വയസ്സ്. അത് കഴിഞ്ഞ് സെന്റ് ജോസഫിലേക്ക് വരുന്നു. സെന്റ് ജോസഫ് കഴിഞ്ഞിട്ട് അവിടെ +2 വരെ. അന്ന് +2 10ാം ക്ലാസ്, +2 കിട്ടുന്നത് മാധവന്റെ ശരിക്കും പറഞ്ഞാൽ അത് +2 ആവുന്നുള്ളൂ. അതൊരു പ്രീ ഡിഗ്രി ആയിരുന്നു. അപ്പൊ അക്കൊല്ലം ഭയങ്കര ടൈറ്റ് ആയിരുന്നു, മാർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടി. SLCക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. റാങ്കിന്റെ അടുത്തൊക്കെ എത്തിയിരുന്നു അന്നത്തെ കാലത്ത്. റാങ്കിന്റെ കാലമാണ്. ചെറിയൊരു മാർക്കിൽ ഡിഫറൻസ്. ഏത് ഇയറിലാണ് SLC കഴിഞ്ഞത്? 2000. 2000 തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ വത്സരൊക്കെ ആ കാലത്ത് റാങ്ക് ഹോൾഡറാണ്. അല്ല അന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ മറ്റേ ഗാനമേളയുണ്ട്, മറ്റേ ഓർക്കസ്ട്ര ഉണ്ട്. ആർക്ക്? നിങ്ങൾക്ക് കലാകാരനും കൂടിയാണ് പരിപാടി ഉണ്ട്. പപ്പയുടെ കാര്യം ആലോചിക്കുമ്പോഴേക്കും എങ്ങനെയാണത്? അന്ന് ഗിറ്റാർ വായിക്കായിരുന്നു, സ്റ്റേറ്റ് ലെവലിലൊക്കെ പങ്കെടുത്തത്. ഗിറ്റാർ വായിച്ചിട്ട് അതിനൊക്കെ പ്രോത്സാഹനം കിട്ടുമായിരുന്നു. പപ്പ എനിക്ക് ഓർമ്മയുള്ള കാലത്ത് ചെറുപ്പത്തിൽ ഈ പറയുന്ന പോലെ പഴയ അഴയുണ്ടല്ലോ, അഴയുടെ മുകളിൽ പഴയ ഇതുണ്ടല്ലോ, ഗുഡ് നൈറ്റിന്റെ ഒരു മാറ്റ് വെക്കുന്ന സംഭവം ഇങ്ങനെ പണ്ടത്തെ കാലത്ത് ഓർക്കുന്നത് നല്ലതാ. വയറുള്ളത് ഈ അഴയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് മൈക്ക് പോലെ മുമ്പിൽ വെച്ച് എന്നിട്ട് ഫാൻസി ഡ്രസ് പഠിപ്പിക്കലായിരുന്നു. ഒരു പ്രാവശ്യം എനിക്ക് പപ്പയുടെ കാര്യം ഓർമ്മയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്തിട്ട് ഈ ബെസ്റ്റിൽ പഠിക്കുക, എനിക്കൊന്ന് 3ാം ക്ലാസ്സോ അങ്ങനെ. അപ്പൊ ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്തിട്ട് അന്ന് ഇങ്ങനെ കാലിസ്ഥാനിങ്ങില് അങ്ങനെ ഓരോടൊക്കെ ഇട്ട് പോകും, മമ്മി കൊണ്ടുപോകും, പപ്പ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നത് ഒരു മത്സരത്തിൽ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാനൊരു ദിവസം നോക്കുമ്പോ അവിടുത്തെ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചുകൊണ്ടേ റൂമിലേക്ക് വിളിച്ചുകൊണ്ടായിട്ട് എനിക്കൊരു പ്രസന്റേഷൻ പാക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം കൊടുത്തത്. എന്റെ ഒരു നിനക്ക് കിട്ടിയ അവാർഡാണ്, സമ്മാനമാണ്. ഞാൻ അത്രയല്ലേ ഉള്ളൂ, 3ൽ പഠിക്കുക അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ അത് പൊളിച്ചു നോക്കുമ്പോ അതിനകത്തുള്ള കുഞ്ഞു ട്രോഫി, നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു ട്രോഫി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്തോ ആണെന്ന് തോന്നിപ്പോയി, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു നിമിഷമായി ആ ചെറുപ്രായത്തിൽ. എന്നിട്ട് ഇത് എടുത്തിട്ടാണ് അത് സൈക്കിളിലാണ് കൊണ്ടുവരിക. ഇത് എടുത്തിട്ട് പൊക്കി പിടിച്ച് ഞാൻ വരികയാണ് എന്റെ പപ്പയുടെ മുമ്പിലേക്ക്. അപ്പൊ പപ്പ ഞാൻ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം പപ്പ ആ സമയത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. പറഞ്ഞ കാര്യം വെച്ചാല് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് ടീച്ചറെ സ്വകാര്യമായിട്ട് ഞങ്ങള് എന്റെ ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ ഞങ്ങളൊരു സ്ട്രേറ്റ് ഫോർവേഡായി നടക്കുക എന്നല്ല, എല്ലാ കാര്യത്തിലും വളരെ പക്വമായി നടക്കുക, സത്യസന്ധമായിരിക്കണം. അത് ഞങ്ങൾ ഉപദേശിച്ചെന്ന് പപ്പയാണ്. പപ്പയുടെ പ്രവൃത്തികളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് വളരെ സത്യസന്ധമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നും വളരെ നേർവഴിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം വളരെ ജെന്യൂൻ ആയിട്ട് കാണും, എല്ലാം വളരെ സത്യസന്ധമായി കാണും, ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ സത്യസന്ധത ഉണ്ടാവും, അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ അതുകൊണ്ട്
ഞങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ജീവിച്ചു മുന്നോട്ട് പോകാൻ. എങ്ങനെയാണ് സനിലിന്റെ ഓർമ്മയില്? എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നത് വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് പറയും ഇതിങ്ങനെ ഈ മോഡൽ ഇങ്ങനെ ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഇത് വന്നാൽ തന്നെ പറയും അത് അത് ഇങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്താലാണ് നമുക്ക് അത് നന്നാവുള്ളൂ. നമ്മൾ ഒരു ലാഭം കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ പെട്ടെന്ന് ഇന്ന് കുറെ ലാഭം കിട്ടും, നീ അത് ചെയ്തോ ഇത് ചെയ്തോ, അങ്ങനെ നമ്മളിപ്പോ വിവരമില്ലാത്ത ആ സമയത്ത് നമ്മൾ പറയണം അവരോട് അപ്പോഴും പറയാം അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വേണ്ട അത് ചെയ്യണ്ട, അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പത്തേക്ക് മാത്രമേ ഉണ്ടാവൂ, പിന്നെ നമുക്ക് ഉണ്ടാവില്ല, പിന്നെ നമുക്ക് അതുകൊണ്ട് യാതൊരു നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് നിങ്ങൾ അതാവണ്ടെന്ന് തന്നെയാണ് കാര്യം. നല്ലൊരു ദീർഘവീക്ഷണം ഉണ്ട് കാര്യം നമ്മൾ ചെയ്തു വെച്ചാൽ അതിന്റെ അപ്പുറം നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് വ്യക്തമായിട്ട് പറഞ്ഞു തരും. കാര്യം ഞങ്ങൾ വിചാരിക്കും ഞങ്ങളെടുക്കുന്ന തീരുമാനമായിരിക്കും കറക്റ്റ് ആണ്, പക്ഷെ ചെയ്തു വരുമ്പോൾ പപ്പ പറഞ്ഞ തീരുമാനമായിരിക്കും 100% കറക്റ്റ് ആയിട്ട്. അത് വളരെ ദീർഘവീക്ഷണം അഡ്വാൻസ്ഡ് ആണ്. ഇന്ന് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് എന്താണ് അപ്പുറം ഉണ്ടാവുക എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ ഒരു റോൾ മോഡലായി ശരിക്കും ഞാൻ പറഞ്ഞില്ല, എന്റെ ജീവിതത്തിലൊക്കെ റോൾ മോഡൽ തന്നെയാണ്. അത് സംശയം ഞങ്ങളുടെ ജീവിതത്തിൽ 3 ആളുടെ. പിന്നെന്താ ഞങ്ങൾ ഇപ്പൊ സാറിന് ഇന്നത്തെ കാലത്തിൽ അപ്പനും മക്കളൊന്നും ഷെയർ ചെയ്യാൻ സമയമില്ലാത്ത അമ്മയ്ക്ക് നല്ല റോളുണ്ട്. അമ്മയെ പറ്റി എന്ന് പറയാൻ അമ്മ എന്ന് പറയുമ്പോ ഒരു പട്ടാൾക്കാരുടെ മോളാണ്. അപ്പൊ അതിന്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, മനസ്സിനൊരു കരുത്തുണ്ട്. കാര്യം അത് പപ്പയ്ക്ക് എപ്പോഴും സപ്പോർട്ടിങ്. അമ്മയെ കുറിച്ചുള്ള ഓർമ്മ എന്താണ്? അമ്മയെ അമ്മ ഇപ്പോഴും കൂടെ ഉണ്ട്. അമ്മ പറഞ്ഞാൽ ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. ഞാൻ പറഞ്ഞ പപ്പയ്ക്ക് ഉറച്ച സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും പഴയ കാലത്ത് അറിയാലോ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പല പ്രതിസന്ധികളുണ്ടാവും. അതിൽ ശരിക്കും എനിക്ക് വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നൊരു മമ്മിയാണ്. എങ്ങനെയാ സച്ചിനെ മമ്മിയെ കുറിച്ചുള്ള ഓർമ്മ? പപ്പയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ. പപ്പയെ കുറിച്ച് പറയുമ്പോ സച്ചിന്റെ കണ്ണുകൾ നിറയുന്നു. മമ്മി എന്താണ്? മമ്മിയെ കുറിച്ച് പറയുമ്പോഴും കണ്ണുകൾ ഇതെന്തിനാന്നറിയോ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ കഥയൊന്നും പറയാനുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, എന്ത് ചോദിച്ചാലും അവൈലബിൾ ആകുന്ന ഒരു ലോകമാണ്. കുട്ടികൾ തീരുമാനമെടുക്കുന്ന ഒരു കാലത്താണ് ഇന്നത്തെ ലോകം. നിങ്ങളുടെ കാലം അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് മമ്മിയെ കുറിച്ചും പപ്പയെ കുറിച്ചും ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുന്നത്. ഒറ്റ വാക്കിൽ പറയാം, തലശ്ശേരിയിൽ വരുമ്പോ ഞാൻ പറഞ്ഞ വീടോ കാര്യങ്ങളോ ചുരുങ്ങിയത് ഒരു വാടക വീട്ടില് മാക്സിമം 1 കൊല്ലേ താമസിപ്പിക്കുള്ളൂ. 1 കൊല്ലം 2 കൊല്ലം അപ്പോഴേക്കും അവർക്ക് പല വീട് വെക്കാനുണ്ട്, മാറാനുണ്ട്. അപ്പൊ ഓരോ 2 കൊല്ലം കൂടുമ്പോഴും ഓരോ വീടുകൾ മാറി തുടങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഓട്ടോമാറ്റിക് മമ്മി ആയിരിക്കും. ഒരു വീട് മാറി അവിടെ നിന്ന് സെറ്റ് ആകുമ്പോഴേക്കും അടുത്ത വീട്ടിലേക്ക് മാറിക്കാന്ന് പറയും. ഓട്ടോമാറ്റിക് അടുത്ത വീട്ടിലേക്ക് മാറും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അന്ന് ഞാൻ പറഞ്ഞു ഡെവലപ്പ് ആവുന്ന സ്റ്റേജുകളിൽ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഭാര്യമാരൊക്കെ പറയാം നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ളത്. അത് നല്ല രീതിയിൽ ക്ഷമ കാണിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം പപ്പയ്ക്ക് 10-12 കൊല്ലം വീടെടുക്കാൻ പറ്റി. 12 കൊല്ലം നല്ലൊരു വീട് അന്നത്തെ കാലത്ത് എടുക്കാൻ പറ്റി എന്നുള്ളത്. അതിനും അമ്മയുടെ ഒരു ഉറച്ച സപ്പോർട്ട് വന്നിട്ടുണ്ട്. കാര്യം എന്താ പറയാ, നമുക്ക് ഇപ്പത്തെ ആൾക്കാർ പറയും എന്റെ ഭാര്യയാണെങ്കിൽ പറയും ഇന്ന് എനിക്ക് അത് വേണം നാളെ എനിക്ക് ഇത് വേണം എന്നൊക്കെ പറയും. കാര്യമാണ്. പക്ഷെ അപ്പോഴും ആ ക്ഷമ കാണിച്ച് നിന്നിട്ടുണ്ട്. ഒരു ലെവലായതിനു ശേഷം മാത്രമാണ് ആ ഒരു സെഗ്മെന്റിലേക്ക് കടന്നിട്ടുള്ളൂ. അപ്പൊ ആ ഒരു എന്താ പറയാ ആരുണ്ടല്ലോ. നമുക്ക് സുനിൽ തന്നെ തുടങ്ങാം. സുനിൽ, ഈ നിങ്ങൾ യൂണിറ്റി സ്റ്റീൽ ഹൗസ് എന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആദ്യത്തെ ഹോൾസെയിൽ കട തലശ്ശേരിയിൽ തുടങ്ങുന്നു. ആ മേഖലയിൽ നിന്ന് പിന്നെ ഈ പറയുന്ന മേഖലയിലേക്ക് അത് എത്ര കാലം ഈ സ്റ്റീൽസുമായിട്ട് മുന്നോട്ട് പോയി? നിങ്ങൾ 3 പേര് അതിനകത്ത് തന്നെയാണ് വന്നത്. 94-ലാണ്, അതായത് 1988-ലാണ് പപ്പ ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനമായിട്ട് തലശ്ശേരിയിൽ വരുന്നത് സ്റ്റീലിൽ ആദ്യമായിട്ട്. 94-ലാണ് ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ സ്വന്തമായി ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റി സ്റ്റീൽ. ഇപ്പോഴും കണ്ണൂർ ജില്ലയില് ഹോൾസെയിലായിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയില് നമ്പർ 1 ആണ്. ഇപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ രീതിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ബിഗിനിങ് സ്റ്റേജിൽ കൂടെ ഉണ്ടായിരുന്നു, സെല്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. എന്താണ് ആ കാലഘട്ടം അതൊന്ന് പറയൂ. ആ കാലഘട്ടത്തിൽ എവിടേക്കാണ് അന്ന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയുണ്ടായിരുന്നു, കോഴിക്കോട്, പിന്നെ കണ്ണൂർ ജില്ല. എങ്ങനെയാ അതിന്റെ പോക്ക് വരവൊക്കെ? ഈ ഡിസ്ട്രിബ്യൂഷൻ എളുപ്പമുള്ള പണിയൊന്നും അല്ലല്ലോ. അതെ, അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വണ്ടികൾ ചുരുക്കാണ്. അന്ന് സപ്ലൈ ബസ്സിലായിരുന്നു സപ്ലൈ പോയിരുന്നത്. ഏതൊക്കെ ജില്ല? കാസർഗോഡ് ജില്ലയുടെ എൻഡ് വരെ ഉണ്ടായിരുന്നു. കാസർഗോഡ് വരെ, കാഞ്ഞങ്ങാട് വരെ. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ഉണ്ടായിരുന്നു. വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ 3 ജില്ലകളാണെന്ന് കവർ ചെയ്തത്. ഈ സാധനം കൊടുത്ത പൈസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത്. കടക്കാർ ഇത് വാങ്ങി വെക്കുന്നത് തരാൻ വലിയ പണിയാണെന്ന് കേട്ടിട്ടുണ്ട്. അതുണ്ട്. അതെന്നുവെച്ചാല് നമ്മള് അതിനനുസരിച്ച് കൊടുക്കണം. നമ്മള് ഓരോ പാർട്ടിക്ക് കൊടുക്കുമ്പോ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ആളെ നോക്കിയിട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കച്ചവടം അനുസരിച്ചിട്ട് നമ്മൾ സപ്ലൈ
കൊടുക്കാറുള്ളത്. കിട്ടാക്കുറ്റി പിടിച്ചെടുക്കാൻ എന്തെല്ലാം തന്ത്രങ്ങളാണ് ഉപയോഗിക്കല്? കിട്ടാക്കുറ്റി പിടിച്ചെടുക്കാൻ നമ്മള് കുറെ സ്നേഹത്തോടെ വർത്താനം പറയാന്നുള്ളതാണ്. വേറെ വഴിയൊന്നുമില്ല, വേറെ വഴിയില്ല. അങ്ങനെ അവരും കച്ചവടം ചെയ്യാനിരിക്കുന്നത്. അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അവരുടെ വിഷമം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഇപ്പൊ ചില ഒരു പറയും ബുദ്ധിമുട്ട് പറഞ്ഞാലും ചിലപ്പോ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു പാർട്ടിക്ക് സാധനം കൊടുത്തിട്ട് നോക്കുമ്പോ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവര് സാധനങ്ങൾ നോക്കുമ്പോ ഷോപ്പിലൊന്നും ഇല്ല. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോയി നോക്കുമ്പോ ആകെ അവരമ്മയുണ്ട്. അപ്പൊ നോക്കുമ്പോ അവര് പശുവിനെ വിട്ടിട്ട് ഇതായിട്ടാണ് ജീവിക്കുന്നത്. പശുവിന്റെ പാലൊക്കെ കൊടുത്തിട്ടാണ് ജീവിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു വേണ്ട, അത് ഒഴിവാക്കിയോ. അപ്പൊ അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പോയപ്പോ എങ്ങനെയാണുള്ളത്, അവരടുത്ത് തരാൻ മാർഗമൊന്നുമില്ല. അവന് പറഞ്ഞു ശരി വേണ്ട, അത് ഒഴിവാക്കി, കുഴപ്പമില്ല, ഇല്ലായിട്ടല്ലേ എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാർട്ടികൾ, അങ്ങനെ കുറെ നഷ്ടങ്ങളും ഉണ്ട് ഇതില്. അപ്പൊ അങ്ങനെയൊക്കെ കൂടിയിട്ടാണ് ഇത്. നമുക്ക് ആ ഒരു ഫീലിംഗ് അറിയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് സെല്ലല്ലേ പിതാവിനോടൊപ്പം ചേരുന്ന ബിസിനസ് രംഗത്ത്? സെല്ല് എത്ര വയസ്സിലാണ് പിതാവിനോടൊപ്പം? 19 വയസ്സില്. 19 വയസ്സ് മുമ്പ് ഉണ്ട്, എന്നാലും ആക്റ്റീവായിട്ട് 19 വയസ്സ്. സുനിലിന് എന്താ പിതാവ് ആദ്യം തന്ന പണി? എനിക്ക് തന്ന പണിയെന്നല്ല, ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്താ പറയാ, പഠിക്കാൻ നമ്മളൊക്കെ ബ്ലഡിൽ ശരിക്കും ബിസിനസ് മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ബിസിനസ്സിലാണ് കൂടുതൽ താല്പര്യം. പഠിക്കുന്ന കാലത്ത് ചെയ്തായിരുന്നോ ബിസിനസ്? അന്നത്തെ കാലത്ത് പപ്പടൊപ്പം ഉണ്ടായിരുന്നു. ആരും സപ്പോർട്ടിങ് ആയിട്ട്, കാരണം ജസ്റ്റ് ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് ശനിയാഴ്ച പോകും. വെള്ളിയാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് ശനിയാഴ്ച നേരെ പോയി ശനി ഞായർ അതിന്റെ പിന്നില് പപ്പയെ സഹായിക്കാന്ന് മാത്രമേ ഉള്ളൂ. 15 ഞാൻ ചെറുപ്പം മുതലേ ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ മൂന്നാളെ അങ്ങനെയാണ്. ഉണ്ണിയെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവും. സച്ചിൻ ഉണ്ണിന്നാണ് വിളിക്കുക. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെറിയ മക്കളായിട്ട് എത്ര വലുതായാലും ഉണ്ണിയായിരിക്കും. അതങ്ങനെയാണ്, അത് ആ രീതിയിലാണ് അവനെ കാണുന്നത്. അപ്പൊ സല്ലേട്ടനെ സംബന്ധിച്ചായാലും ഇപ്പൊ ഞാനായാലും ശരി, ഓക്കെ, നമ്മൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് വെള്ളിയാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച രാവിലെ ജോയിൻ ചെയ്യുന്നത് കടയിലേക്കാണ്. കടയില് ഞങ്ങൾക്ക് തരുന്ന പണി മറ്റേ സാധനങ്ങൾ വരുമല്ലോ, മറ്റേ സാധനം അത് എടുത്തു വെക്കുക, അത് പൊളിച്ച് കള്ളിയിൽ ഒതുക്കുക, അത് അങ്ങനെയുള്ള രീതി ഞങ്ങൾക്ക് തന്നായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞങ്ങള് ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നന്നായി ശ്രമിച്ചായിരുന്നു പപ്പയ്ക്ക്. സ്വന്തമായി തുടങ്ങുമ്പോഴും ഞങ്ങൾക്ക് എങ്ങനെ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാന്ന് പപ്പ ശ്രദ്ധിച്ചായിരുന്നു ചെറുപ്പം മുതൽ. ഞങ്ങളെ ചെറുപ്പം മുതൽ ശ്രദ്ധിച്ചായിരുന്നു. സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ എന്നെയൊക്കെ ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട്. എന്റെയൊക്കെ MBA പഠിപ്പെന്ന് പറയുന്നത് പപ്പയെ പഠിപ്പിച്ചു തന്നത്. അതെങ്ങനെ പപ്പയുടെയും പറഞ്ഞു, പപ്പ എനിക്ക് എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, എനിക്കൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. ഓക്കെ മോനെ ഒന്നുകൂടി കൺഫേം ചെയ്തു, അപ്പനാണല്ലോ, ആ ഒരു കൺഫർമേഷൻ നടത്തി. മോനെ ബിസിനസ് തന്നെയാണ്, ഒന്നുകൂടി ആലോചിച്ചു നോക്കുന്നത്. ഓക്കെ, എന്നെ സംബന്ധിച്ച് എനിക്ക് താല്പര്യം ബിസിനസ്സിനാണ്. ഒരു 19ാമത്തെ വയസ്സിൽ എന്നോട് പറഞ്ഞൊരു കാര്യം, നീ ആദ്യം ബിസിനസ് പഠിക്കുക, മാർക്കറ്റിൽ പോയിട്ട് എന്താണ് ബിസിനസ്. ഇവിടെ കൗണ്ടറിൽ ഇരിക്കുന്നല്ല ബിസിനസ്, പുറത്താണ് നമ്മുടെ ബിസിനസ് നടക്കുന്നത്. ഹോൾസെയിൽ ബിസിനസ് ആണ്, ഓൾറെഡി നമ്മൾ പുറത്താണ്, അതായത് പല മേഖലകളിലാണ് നടക്കുന്നത്. അപ്പോ ബിസിനസ് പഠിക്കാൻ വേണ്ടിട്ട് നീ കുറച്ച് സാധനം കൊണ്ട് നിർത്തിട്ട് നീ ഒരു കവറിലൊക്കെ ആയിട്ട് കൊണ്ടുപോയി വിറ്റിട്ടോ, എവിടെങ്കിലും കൊണ്ടുപോയി വിറ്റു. വൈകുന്നേരം വരുമ്പോഴേക്കും ആ തന്ന സാധനം കാലിയാവണം. പപ്പയൊക്കെ താല്പര്യം എനിക്കും കൂടി ഉണ്ട്. രാവിലെ 18ാം വയസ്സ് 19ാം വയസ്സിൽ തന്ന സാധനം കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുക, അതിന്റെ ക്യാഷ് കൊണ്ടുവരിക. പപ്പയെ സംബന്ധിച്ച് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നല്ല കച്ചവടം നടക്കുന്ന ഒരു സമയത്താണ്. ഞാൻ പറഞ്ഞ MBA പഠിപ്പായിരുന്നു. അത് പോയി ഓരോ ഷോപ്പുകളിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളിപ്പോ ഷോപ്പിൽ പോലെ ഈ സാധനം തരും, കൊണ്ടുപോയി വിൽക്കുക. അത് വിൽക്കാൻ നമ്മൾ പല രീതിയിൽ നമ്മളൊരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ സ്റ്റൈൽ നമ്മൾ ഉപയോഗിച്ച് പഠിക്കുക. അത് നമ്മൾ കാരണം ഒരാളെ നമ്മൾ നന്നായി ബിഹേവ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബിസിനസ് ഡീൽ നടക്കണം അവിടെ. അപ്പൊ അതിന് നല്ല രീതിയിൽ പെരുമാറണം. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിപ്പിച്ചു തന്നത്. അതനുസരിച്ച് നമ്മൾ പോകുന്നു. വൈകുന്നേരം വരുമ്പോഴേക്കും ആ സാധനം കറക്റ്റ് കാലിയാക്കിയിട്ട് പപ്പടത്തേക്ക് എത്തുന്നു. പപ്പ വലിയ സന്തോഷം ഉള്ളിലുണ്ടാവും രണ്ടാക്കും. കാര്യം നമ്മളൊരു ഡീൽ ബിസിനസ് പഠിപ്പിക്കുകയാണല്ലോ. അപ്പൊ അതിൽ ഞാൻ സത്യം പറഞ്ഞ വളരെയധികം സന്തോഷം കണ്ടെത്തി എന്നുള്ളതാണ് ആ ഒരു വർക്കിൽ. ഇന്നും പിന്നെന്താ, ഇന്നും നമ്മൾ വളരെ സന്തോഷമായിട്ട് കാണുന്ന ഒരു സാധനം അതാണ്. പിന്നെ ഫീൽഡ് പോക്കല്ല, ഒരു കച്ചവടം ബിസിനസ് നടത്തുന്നത്. ഞാൻ പറയുന്നുണ്ട്, ഇത് സുനിലേട്ടൻ പറഞ്ഞത് കുറച്ച് സിമ്പിൾ അല്ലാതെ തോന്നുന്നു. ഈ നമ്മുടെ ഈ സ്റ്റൗവിന്റെ തിരി വെക്കിയിട്ടുണ്ട്, 10 രൂപ 5 രൂപ പഴയ പമ്പിങ് സ്റ്റവ്, തിരി സ്റ്റവിന്റെ. ഇതിന്റെ തിരി പാക്കറ്റ് എടുത്തിട്ട് മൊത്തം കവറിട്ട് പോകണം, തിരിച്ചു തീരണം. തീർത്തില്ലൊന്നും പറയുന്നില്ല, തീർക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ ലക്ഷ്യം. അതാണ്, അതിലേക്ക് ഞാൻ വിജയിച്ചിട്ടുണ്ട്. അന്ന് തന്നെ വിജയിച്ചിട്ടുണ്ട്. അതിന്റെ അനുഭവം എങ്ങനെയാ? കൊടുക്കുക നമ്മുടെ ഷോപ്പുകളിൽ കൊടുക്കും. എല്ലാ ഷോപ്പുകളിലേക്ക് പോകും, നമ്മുടെ കാര്യങ്ങൾ പറയും. ഓക്കെ, അവർ ഇത്ര ഡസൻ വെച്ചോ, ഓക്കെ, അതിന്റെ പേയ്മെന്റ് എത്രയാണ്, ഇപ്പൊ തന്നെ തരും. ഒരു ദിവസം ഭയങ്കര വിഷമമുണ്ടായി എനിക്ക്. നമ്മൾ ഈ പറഞ്ഞ പോലെ പപ്പ നല്ല വെയിറ്റുള്ള ഒരു സാധനം തന്നു.
ഇതൊക്കെ ഒരു പഠിപ്പിക്കലാണ്. ഇപ്പോഴാണ് ആ പഠിപ്പിക്കലിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. നല്ല വെയിറ്റ് ഉള്ള എടുത്താൽ പൊന്തില്ല. നമ്മൾ ആ പ്രായത്തിൽ എന്നേക്കാൻ വെയിറ്റ് ഉണ്ട് തന്ന സാധനത്തിന്, പ്രൊഡക്റ്റിന്. അതുകൊണ്ടുപോയി ഞാൻ ഈ പറഞ്ഞ പോലെ കാസർഗോഡ് ആരും എടുക്കുന്നില്ല ഒരു ദിവസം. ഈ പ്രൊഡക്റ്റ് ആരും എടുക്കുന്നില്ല. ഞാനിത് വൈകുന്നേരം വരെ എന്നേക്കാൻ വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റ് അത് നമ്മള് ലെമൺ പ്രസ് എന്ന് പറയും. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 12 എണ്ണം വെച്ച് റബ്ബർ ബാൻഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും. അതിന്റെ ഒരു കവറിൽ നല്ല എടുത്താൽ പൊന്തില്ല നമ്മള്. അപ്പൊ ആ സംഭവം എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ കാസർഗോഡ് ജില്ലയിലൊക്കെ പോയി, ഓക്കെ, കുറെ കടകളിൽ പോയി. ഈ പറഞ്ഞ പോലെ ആരും എടുക്കുന്നില്ല. കാര്യം എന്തുകൊണ്ടോ അത് സെയിലില്ല സമയത്ത്, എന്തോ കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് തലശ്ശേരിയിൽ തിരിച്ചു വന്നു. ഭയങ്കര വിഷമമായി. വൈകുന്നേരം 7 മണിക്ക് ഇത്രയും സാധനം ഒരു പീസ് പോലും പോയില്ല. ഓട്ടോമാറ്റിക് എനിക്കറിയുന്ന ഒരു കടക്കാരുണ്ട് തലശ്ശേരിയിൽ. എനിക്കറിയുന്ന സ്വന്തം എന്റെ പ്രായത്തിലും അതേപോലെ അന്ന് ബിസിനസ് തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനാണ്. അവരെന്തോന്നറിയില്ല, എന്റെ വിഷമം കണ്ട് സുന്ദരം അതോടെ വെച്ച് നോക്കി അതിന് മൊത്തം പൈസ പിടിച്ചു. അതൊന്നും നമ്മള് മറക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഇതാണ്. സച്ചിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അല്ല, ഞാന് എന്ന് പറയുമ്പോ ഞാൻ പഠിച്ചു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് എവിടെ ചെയ്തത്? ഗവൺമെന്റ് കോളേജിൽ. അന്ന് റാങ്ക് ഒക്കെ ഗവൺമെന്റ് കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയിട്ട് നേരെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തു. ഗൾഫിൽ എവിടെ വർക്ക് ചെയ്തത്? ഖത്തറിലുണ്ടായിരുന്നു. ഏത് മേഖലയിലാണ്? ഓയിൽ ഫീൽഡ്. അതിൽ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് ഇറങ്ങി. പിന്നെ അതിനുശേഷം എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡില് ആസാമിൽ വർക്ക് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഓയിൽ ഫീൽഡൊക്കെ വലിയ സാധ്യതയുള്ള ഫീൽഡാണല്ലോ. എന്താണ് വിട്ടുപോകുന്നത്? കാരണം ഇന്ന് പല പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മുന്നേറുന്ന പണം ഉണ്ടാക്കുന്ന ഒരു മേഖല ഓയിൽ ഫീൽഡാണ്. ഇപ്പം കപ്പൽ ജോയി ആയാലും ഷെട്ടി ആയാലും അവർക്കൊക്കെ അവരുടെ ഹിഡൻ ബിസിനസ് ഓയിലാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു മേഖലയിൽ നിന്ന് പോകുന്നത് 2012 കാലഘട്ടം. എന്താണ് പോരാനുള്ള കാരണം? പോരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല് ഞങ്ങൾക്ക് കൂടെ ജോയിന്റ് ആയിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നു, രാജീവേട്ടൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കണക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പുള്ളി ത്രൂ ആണ് പോയിക്കൊണ്ടിരുന്നത്. പുള്ളി പെട്ടെന്ന് ഒരു ദിവസം അറ്റാക്ക് ആയിട്ട് നിങ്ങളുടെ കമ്പനി ടോട്ടൽ നമ്മുടെ മൊത്തത്തിൽ അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയായിരുന്നു, നമ്മുടെ ഫാമിലി പോലെ തന്നെയായിരുന്നു. അപ്പൊ പുള്ളി പെട്ടെന്ന് മരണപ്പെടുകയാണ്. അപ്പൊ അതിനുശേഷം സത്യം പറഞ്ഞാൽ നമ്മള് ലിസ്മ എന്നുള്ള ബ്രാൻഡിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഒരു പ്ലാനിങ് വന്നു. ലിസ്മ എന്ന് പറയുന്നത് അമ്മയുടെ പേരാണ്, ലിസി നമ്മുടെ പേര്, അമ്മ ചേർത്തിട്ടാണ് ലിസ്മ എന്ന്. ലിസ്മ, ലിസി അമ്മ എന്നുള്ള അമ്മ, അമ്മയുടെ പേരിലാണ് ലിസ്മ എന്ന ബ്രാൻഡ് ഉണ്ടാകുന്നത്. അപ്പൊ അത് അച്ഛന്റെ പേരിൽ ബ്രാൻഡ് ഒന്നുമില്ലേ? ഹൃദയത്തിലാണ് ആ ബ്രാൻഡ് അല്ലേ? അച്ഛന്റെ പേരിൽ എന്തായാലും അത് ഹൃദയത്തിലാണ്, ഹൃദയത്തിൽ ആ ബ്രാൻഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. ഓയിൽ ഫീൽഡ് വിട്ടു, ബിസിനസ്സിലേക്ക് വരുന്നു, പുതിയ ബ്രാൻഡ് തുടങ്ങുന്നു. അപ്പൊ ഇനി ലിസ്മയെ അറിയണം നമുക്ക്. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് അറിയണം. ലിസ്മ എന്ന ബ്രാൻഡ് എന്താണ്? ലിസ്മ സുനിൽ, ലിസ്മ എന്ന് പറയുന്നത് എപ്പോഴാണ് തുടങ്ങുന്നത്? എന്താണ് പ്രൊഡക്റ്റ്? 2009 മുന്നേ ഒരു ചെറിയ കാലഘട്ടം കുറെ ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മുന്നോട്ട് പോയായിരുന്നു. കുറെ കാലഘട്ടം ഞങ്ങള് പ്രമുഖ എല്ലാ എന്താ പറയുക, ഉഷ, പോളാർ, പിന്നെ അതുപോലെ തന്നെ ഹോക്കിൻസ്, പിന്നെ ഒരുപാട് ലീഡിങ് കമ്പനിയുടെ പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എടുത്തായിരുന്നു. 2000 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഞങ്ങൾ പല കമ്പനിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തായിരുന്നത്. പല കമ്പനികളും അവര് ഞങ്ങളെ വെച്ച് പഠിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും ഏരിയയിലേക്ക് റീച്ച് ഉണ്ട് ഓൾറെഡി. അപ്പൊ ഇത്രയും ബ്രാൻഡുകൾ വരും, ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു 3-4 കൊല്ലം കഴിക്കും അവർക്ക് ഡിമാൻഡ്സ് വർദ്ധിക്കും. അപ്പോ അത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്ന് പോരാ, 3 ആൾ വേണം. ഏരിയ അത് നമ്മൾ ഓരോ ഏരിയ ആയിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഏത് നേരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നല്ല രീതിയിൽ ചെയ്താലും അവർക്ക് വോളിയം വെച്ച് അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് കമ്പനിയുടെ കമ്മീഷൻ മാർജിൻ കുറയ്ക്കും, അതുപോലെ ക്രെഡിറ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു ഇതിനുള്ളിൽ. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഒരു ദിവസം കിടന്ന് എല്ലാം ഡിസ്ട്രിബ്യൂഷന് പോകേണ്ട രീതിയിലുള്ളത് ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ അവർ സമ്മതിക്കുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ആത്മാർത്ഥമായിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എടുക്കുക, നല്ല രീതിയിലാണ് അതിന് മാർക്കറ്റ് ചെയ്യുക. മാർക്കറ്റിംഗ് മാക്സിമം ആയി കഴിഞ്ഞാൽ കമ്പനി ഡിമാൻഡ്സ് വർദ്ധിക്കുന്ന രീതിയാണ് ഇതിലുണ്ടാകുന്നത്. ഓട്ടോമാറ്റിക് 2009 ഞാൻ പറയില്ല, വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്, വെറുതെ ഒരു സോഫയുടെ മുകളിൽ കിടന്ന് ഒരു മുന്നോട്ട് പോകാൻ യാതൊരു ഗ്യാപ്പും ഇല്ല. ഇനി മുന്നോട്ടേക്ക് യാത്ര ചെയ്യണല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക് ഞാൻ സത്യം പറഞ്ഞ എപ്പോഴും ചിന്തിക്കുക, ഞാനിങ്ങനെ നമ്മുടെ വീട്ടിലൊരു ദിവാൻ കോട്ട് ഉണ്ടായാലും ഇങ്ങനെ കിടക്കുക. അപ്പൊ രാത്രി ഒരു ഓർമ്മ വന്നു, നമുക്കൊന്ന് ചൈനയിൽ പോയാലോ, കുറച്ചായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പപ്പ അവിടെ ഇങ്ങനെ കിടന്ന് ആലോചിക്കുകയാണ്, ചിന്തിക്കാനല്ലോ. ആലോചിച്ചിരിക്കുമ്പോ ഓട്ടോമാറ്റിക് പപ്പ അവിടെയുണ്ട്, പപ്പ തൊട്ടടുത്തുണ്ട്. പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്ക് അപ്പൊ തോന്നിയ ഒരു ആശയമാണ്, ഞാൻ അപ്പൊ തന്നെ ഷെയർ ചെയ്യും, ആശയം പിടിച്ചു വെക്കാം. പപ്പയോട് പറഞ്ഞു, പപ്പ ഒന്ന് ചൈനയിൽ പോയാലോ, കുറച്ച് ഐറ്റംസ് ഒന്ന് നോക്കിയാലോ. സാധാരണ എനിക്ക് തോന്നുന്നു അപ്പന്മാര് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയും.
100% അപ്പൊ തന്നെ പറഞ്ഞു വേണ്ട കാര്യങ്ങൾ ചെയ്യും. സത്യം പറഞ്ഞ ഞങ്ങളുടെ ഒരു എനർജി ആയിരുന്നു അത്. പിന്നെ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ ഞാനും ഏട്ടനും കൂടിയിട്ട് ചൈനയിൽ പോയി. ചൈന ഞങ്ങളെ സംബന്ധിച്ച് ചൈന എന്ന് പറഞ്ഞ ഒരു ഇതാണ്, ഒരു ഇതാണല്ലോ ബിസിനസ്സിൽ നമുക്കറിയാം, ഭയങ്കര വ്യവസായ ഇതാണല്ലോ. ഓട്ടോമാറ്റിക് ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഒന്നും ലാംഗ്വേജുകളോ കാര്യങ്ങളായിട്ട് അത്ര പിടിപാടില്ല. എന്നാലും ഞങ്ങൾ ഉള്ള ലാംഗ്വേജ് വെച്ചിട്ട് ഞങ്ങൾ പോയി വന്നു. ഒരു 4-5 കമ്പനി പോയി കാര്യങ്ങൾ പഠിച്ചു വന്നില്ല. പഠിക്കലും ചെയ്യലൊക്കെ ഒരുമിച്ച്. ലിസ്മ എന്നുള്ള പേര് വന്നപ്പോ ഞങ്ങൾ ആ ഹോട്ടൽ റൂമിൽ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ച് പേര് നമുക്ക് ലിസ്മ എന്നുള്ള പേര് നമുക്ക് അവിടെ നിന്ന് ഇവിടുന്ന് പോകുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് ലിസ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അവിടെ ഇരുന്നിട്ട് നമ്മള് എറണാകുളത്തുള്ള ഒരു ആളെ ഈ ലോഗോ ചെയ്യണല്ലോ, ഇതിന്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ആലോചിക്കണത്. ഇങ്ങനെ ചെയ്താലോ, നമുക്ക് എന്തായാലും നമ്മൾ വന്നു. ഇനിയിപ്പോ ഏതായാലും നമ്മൾ കണ്ടു, എല്ലാ ഫാക്ടറികളും നമ്മൾ കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് 2-3 ഐറ്റംസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഇത് കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. എന്നിട്ട് അതിന്റെ ഒരു ലോഗോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് അയച്ചു. 2 ഡിസൈൻ അവർ അയച്ചു. വന്ന് തിരിച്ചു അന്ന് സ്പോട്ടിൽ തന്നെ. അതൊക്കെ സ്പീഡാണ്, പെട്ടെന്ന് ചെയ്യണം. ഇപ്പൊ ഓർമ്മയാണ് ചൈനയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ബ്രാൻഡ് ലോഗോ അവിടേക്ക് വരുന്നത്. ചൈനയിലേക്ക് 10 ദിവസം അപ്പോഴത്തേക്ക് എറണാകുളത്ത് സാധനം വന്നു, പേരിട്ടു, ബ്രാൻഡ് അടിച്ചു, സാധനം വന്നു. എത്ര ഐറ്റം ലിസ്മേൽ ആദ്യം ഇറങ്ങി? ലിസ്മേൽ ആദ്യം ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ വന്നായിരുന്നു, ഗ്യാസ് സ്റ്റവ് വന്നു. ഇപ്പൊ എത്ര ഐറ്റം ലിസ്മേൽ? എമർജൻസി ഫ്ലാസ്ക് 4 ഐറ്റമാണ് ഞങ്ങൾ അന്ന് അവിടുന്ന് ചെയ്തത്. അതൊക്കെ സ്റ്റീല് വിട്ടു. സ്റ്റീലിൽ നിന്ന് നിങ്ങൾ ലിസ്മയിലേക്ക് ഇതിലേക്ക് മാറി വന്നു. ഞാൻ പറഞ്ഞ കുറെ ഡിസ്ട്രിബ്യൂഷൻ ഹോം അപ്ലയൻസിലേക്ക് വന്നു. ഓക്കെ. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. ചൈന നമ്മൾ റൂളിലാണ് ഇതിന്റെ ബ്രാൻഡ് വരുന്നത്. ഇതേ രീതിയിൽ ലോഗോ സെറ്റ് ചെയ്തിട്ട് വരും. ലിസ്മയായിട്ട് എത്ര വർഷം പോയി? ലിസ്മയായിട്ട് നമ്മൾ 10-15 കൊല്ലത്തോളം. എപ്പോഴാ സച്ചിൻ ജോയിൻ ചെയ്യുന്നത്? ലിസ്മയിലാണോ സച്ചിൻ? എപ്പോ? ഈ 2012. ഇവര് ചൈനയിൽ ഇരിക്കുമ്പോ നിങ്ങൾ വരാൻ തീരുമാനിച്ചോ? ഇല്ല. ഇവര് ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്തിട്ട് സച്ചിൻ എന്ത് ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത്? ഞാൻ ഏറ്റെടുക്കുന്നത് മെയിൻ ആയിട്ട് ഈ ഐറ്റംസ് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടി. ചൈനയിൽ പോവാ, സാധനം കൊണ്ടുവരിക. അന്ന് ഈ പറഞ്ഞ പോലെ നെറ്റ് ഇന്റർനെറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനികൾ കുറവാണ്. നമ്മൾ പറഞ്ഞ അതേപോലെ പാർട്സ് വരുമെന്ന് ഡൗട്ട്. അപ്പൊ നിങ്ങൾ ചൈനയിൽ പോകും? അപ്പൊ ഞാൻ ഒരെണ്ണം പോയി, ഒരെണ്ണം ഞാൻ വിചാരിക്കും. ബാക്കിയൊക്കെ നമ്മള് അന്നത്തെ ഈ വീഡിയോ മീറ്റ്, സ്കൈപ്പ് എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നത്. അത് ഓർഡർ കൊടുക്കുക. അപ്പൊ ഏട്ടന്മാര് പോയി വഴി ഒരുക്കി, പിന്നാലെ എല്ലായിടത്തും ഏട്ടന്മാര് പോയി വഴി ഒരുക്കും, പിന്നാലെ സച്ചിൻ സഞ്ചരിക്കും. അങ്ങനെ ലിസ്മ വന്നു. കുറച്ച് ഞാൻ പറഞ്ഞ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഇവര് പുറത്ത് പോയതുകൊണ്ടേ, പുറത്ത് ലാംഗ്വേജ് കാര്യങ്ങൾ കുറച്ച് ഫ്ലുവന്റ് ആണ്. അപ്പൊ നമ്മളെക്കാളും നന്നായി സംസാരിച്ച ഡീൽ ഉറപ്പിക്കും. ഇപ്പൊ ഈ ലിസ്മ എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് എന്തൊക്കെയാണ് വിപണിയിൽ ഈ 3 ഐറ്റം അല്ലാതെ അവസാനം വരുമ്പോഴത്തേക്ക് എത്ര ഐറ്റം വന്നായിരുന്നു ഈ ഫാക്ടറി തുടങ്ങുന്നതിന് മുമ്പ്? ഞങ്ങൾ ഇതിന് മുന്നേ ഇപ്പൊ ഈ 4 ഐറ്റം പറഞ്ഞല്ലോ, ഈ 4 ഐറ്റം ഇമ്പോർട്ട് മാത്രമാണ്. ഇന്ത്യൻ ഐറ്റം ഒരുപാട് ഉണ്ടായിരുന്നു. പ്രഷർ കുക്കറൊക്കെ അന്നേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പറഞ്ഞ പോലെ പുറത്ത്, അതായത് സച്ചിൻ വന്നതിന് ശേഷമാണ് അതൊക്കെ നടന്നത്. ഇന്ത്യയിലെ പല കമ്പനികളിലും പോയി അത് ഞങ്ങളുടെ പേരില്, അതായത് ലിസ്മ എന്ന് പറഞ്ഞ പേരില് അടിച്ചു കൊണ്ടുപോകും. ഓരോ കമ്പനികളിലും. എപ്പോഴാണ് സ്വന്തം പ്രഷർ കുക്കർ നിർമ്മാണവും നോൺ സ്റ്റിക്ക് നിർമ്മാണവും എന്ന ആശയം മുന്നോട്ട് വന്നത്? ആരിലാണ് അങ്ങനെ ഒരു ചിന്ത ആദ്യം വന്നത്? അല്ല, ആശയം വന്നത് സച്ചിന്റെ നിന്നാണ്. നമുക്കൊരു ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയാലോ അതൊന്ന് പറയൂ, എങ്ങനെയാ ചിന്ത വരുന്നത്? തോന്നല് വന്നത് വെച്ചാൽ ഞാൻ ഈ 2012 ഒരു ബിസിനസ്സിലുണ്ട്. നമുക്ക് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇതിന്റെ ഇടയിൽ നമ്മുടെ ബിസിനസിന്റെ കാലമാറ്റങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഡിമോണിറ്റൈസേഷൻ വന്നു, ബിസിനസ്സിലേക്ക് ചെറിയ ട്രെൻഡ് ചേഞ്ച് വന്നു, പിന്നെ GST വന്നു, പിന്നെ ഈ കോവിഡ്, ഇതൊക്കെ ബാധിക്കുന്നു. ഇതിനോട്ട് നമുക്ക് വന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇപ്പൊ ഇന്ത്യൻ കമ്പനീസിനൊക്കെ നോൺ സ്റ്റിക് കുക്ക് വെയർ, പ്രഷർ കുക്കറുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു കാലഘട്ടത്തിൽ അത് ആ ക്വാളിറ്റിയിൽ വരാതെയായി. അപ്പൊ നമുക്കറിയാലോ, ഒരു കമ്പനിയിൽ മാക്സിമം ഒരു ദിവസം ഒരു നോൺ സ്റ്റിക് 3000 പീസ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. 3000 പീസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയിൽ വീണ്ടും 10,000, 20,000 പ്രൊഡക്ഷൻ വന്നു തുടങ്ങി. അപ്പൊ പ്രശ്നം എന്താണ്? മാർക്കറ്റിന് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ മതി എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും നമുക്ക് വില കുറഞ്ഞ സാധനങ്ങൾ വേണം. 100 രൂപയ്ക്ക് കിട്ടണം, 50 രൂപയ്ക്ക് കിട്ടണം. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ, 100 രൂപ 50 രൂപ കിട്ടണം. ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഈ ഹോം കെയർ ഇൻഡസ്ട്രീസിൽ ഈ പ്രഷർ കുക്കർ, സുനിൽ, പ്രഷർ കുക്കർ നിർമ്മിക്കുക, അത് കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമായിട്ട് അത് റിസ്ക് ആയിട്ട് തോന്നിയിരുന്നു? അന്ന് റിസ്ക് ആയിട്ട് ഞങ്ങൾ തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾ 10-12 കൊല്ലത്തോളം പുറമേ നിന്ന് അടിച്ചു വന്നപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ്. ഞങ്ങൾ ഒരു പർച്ചേസിനേക്കാൾ കൂടുതൽ ഇതിന്റെ മാനുഫാക്ചറിംഗ് രീതി എങ്ങനെയാണ്. നിങ്ങൾ ഈ നിർമ്മിക്കുന്ന പ്രഷർ കുക്കറിനും നോൺ സ്റ്റിക്കിനൊക്കെ ലിസ്മ എന്നുള്ള പേര് തന്നെയാണ്, വേറെ ബ്രാൻഡ് പേരില്ല.
പേര് ഇത് മാത്രമേ ഉള്ളൂ. 2 നെയിം ഉണ്ട്, ഞങ്ങൾ 2 ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ലിസ്മ 2009 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2022 നന്മ എന്ന് പറഞ്ഞൊരു പേരും കൂടി നന്മയും 2 പേരാണ്. സെയിം പ്രൊഡക്റ്റ് ആണ് നന്മയിൽ വരുന്നത്, സെയിം ക്വാളിറ്റി, സെയിം കാര്യങ്ങള്. മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു ടൗണിൽ ഒരു 2 കടയുണ്ടെങ്കിൽ ഓക്കെ, 2 ആൾക്കും വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡ് കൊടുക്കുക. ഒരു ചോദ്യം, നിങ്ങളിപ്പം സച്ചിൻ പറഞ്ഞു നിർത്തില്ലേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ കിട്ടുന്ന വിലക്ക് കൊടുക്കുന്നതിലൊക്കെ കാണാറുണ്ട്, അല്ല സോറി നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. അത് പലപ്പോഴും ഈ നോൺ സ്റ്റിക്ക് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഈ മേഖലയിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. വളരെ റീസണബിൾ റേറ്റ് ആയിട്ട് തോന്നും കസ്റ്റമർക്ക്. പക്ഷെ അതെ അതെ, ഞാൻ പറയും ക്വാളിറ്റി കുറയുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റേറ്റുകൾ കുറയുന്നത്. ക്വാളിറ്റിയിൽ പല കോംപ്രമൈസും നടത്തുമ്പോൾ ഓട്ടോമാറ്റിക് പ്രൈസ് ലെവൽ ഏറ്റവും എൻഡിലേക്ക് വരും. പക്ഷേ ഈ ഒരു മാർക്കറ്റ് ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം, സച്ചിൻ പറഞ്ഞ പോലെ കൊറോണയ്ക്ക് ശേഷം കസ്റ്റമേഴ്സിന്റെ റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റുകൾക്ക് താല്പര്യം കൂടുതൽ കാണുന്നത്. കാര്യം ഇത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമ്മളൊക്കെ പ്രൊവൈഡ് ചെയ്യും, നമ്മളൊരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച എത്തിക്സ് തന്നെ നല്ല ക്വാളിറ്റിയിൽ മുന്നോട്ട് പോവുക, നല്ല പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതായത് നല്ല ISI സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ളത്. നമ്മൾ ISI മാർക്ക് നിർബന്ധമായിരിക്കണം നിർബന്ധമാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പറയാനുള്ളത്. ഹോം അപ്ലയൻസിൽ ഏത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണോ ISI നിർബന്ധമായിരിക്കണം എന്നുള്ള കാര്യം. ഹോം കെയർ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ പുറത്തിറങ്ങുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? എത്ര പ്രൊഡക്ട്സ് ഉണ്ട്? എന്തൊക്കെയാണ്? നമ്മൾ നോൺ സ്റ്റിക്കിൽ 35 വെറൈറ്റി. പിന്നെ പ്രഷർ കുക്കറിൽ ഇതുപോലെ 4 വെറൈറ്റി. അപ്പൊ 35-39 ഐറ്റം ഇറങ്ങുന്നുണ്ട്. നമ്മുടെ വിതരണ ശൃംഖല എവിടെയൊക്കെയാണ്? നമ്മൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ. കേരളമാണ് ഇപ്പോൾ. എക്സ്പോർട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ചിന്തയിലുണ്ടോ? ഉണ്ട്. ഏതാ രാജ്യം ആദ്യം എയിം ചെയ്യുന്നത്? ആദ്യം എയിം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പറയുന്നത് സൗത്ത് ആഫ്രിക്ക, ആ ഭാഗത്തിലേക്ക് കൂടുതൽ പോകും. ഓഫർ നിങ്ങൾ കൊടുക്കാറുണ്ട്? ഓഫർ പ്രൊഡക്റ്റ് ഞങ്ങൾ യാതൊരു പ്രാധാന്യം കൊടുക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫർ പ്രൊഡക്റ്റ് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യണം. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഓഫർ ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അത് വന്നു കഴിഞ്ഞ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഹോം അപ്ലയൻസ് വാങ്ങുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കുകൾ ലോ ക്വാളിറ്റി വാങ്ങരുത്. ISI സ്റ്റാൻഡേർഡ് ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ പിടിച്ച് നിൽക്കാൻ. സച്ചിനെ, എന്താണ് തന്ത്രങ്ങൾ? കാരണം ഈ മേഖലയിലേക്ക് ഭയങ്കര കുത്തകകൾ കൈയടക്കിയിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ പ്രഷർ കുക്കർ യൂണിറ്റ് നിർമ്മാണം നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക് നിർമ്മാണത്തിൽ 2ാമത്തെ കമ്പനിയാണ് നിങ്ങളുടേത്. പിടിച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് വലിയ കുത്തകകളോടാണ്. എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങള് പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം മുതലേ ഒരു മാർക്കറ്റിംഗ് ഒരു ഏരിയ ഉണ്ട്, സ്ട്രാറ്റജി മാർക്കറ്റിംഗ് ഏരിയ ഉണ്ട്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഡീലർമാരുണ്ട്. അതാണ് നമ്മുടെ കരുത്ത്. ഞങ്ങളുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. രണ്ടാമത് ഒരു കമ്പനി ഇൻഡസ്ട്രി ഇടാന്ന് പറയുമ്പോൾ നമ്മുടെ ധൈര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ഡീലർമാരുമാണ്. ഫാമിലി പോലെ തന്നെ. കേരളത്തിൽ ഞാൻ പറയട്ടെ, ഇത്രയും ഏരിയയിൽ ഏകദേശം 8,000 to 10,000 ഡീലേഴ്സ് ഉണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവരാണ് ഞങ്ങളുടെ ധൈര്യം. കരുത്ത് അത്ര തന്നെയാണ്. മെക്കാനിസം വളരെ നീറ്റായിട്ട് പോകും. മൂന്നാറിലൊരു മീറ്റ് നടത്തിയത് വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു എല്ലാ ഡീലേഴ്സും. നമ്മൾ വിചാരിച്ചാൽ പ്രതീക്ഷിച്ചാൽ അത് ഭംഗിയാക്കാൻ പറ്റി. ഇതൊക്കെ സാധിച്ചു. അവിടെ മൂന്നാറിൽ ഇപ്പൊ കഴിഞ്ഞ മൾട്ടിനാഷണൽ കമ്പനികളുടെ അതേ ലെവലിലേക്ക് സിൽവർ ടിപ്സ് എന്ന് പറഞ്ഞ 4-star ഫെസിലിറ്റിയിലാണ് കംപ്ലീറ്റ് അവരുടെ അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത്. അക്കോമഡേഷൻ മൊത്തം 4-star കാറ്റഗറി. സാധാരണ വിദേശ യാത്രകളാണല്ലോ കൊടുക്കുന്നത്. അതെ, ഞങ്ങൾ അത് വരും. നെക്സ്റ്റ് ലെവലാണ് അത്. കാരണം ഏത് ബ്രാൻഡും ഇപ്പൊ ഞാനൊക്കെ ലിഗ്രലിന്റെ കെയർ ഓഫിൽ ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ ഈ ഓണത്തിന് ഞങ്ങൾ തായ്ലാന്റ് ട്രിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. തായ്ലാന്റ് ട്രിപ്പ്, അതുപോലെ തന്നെ ഗോവ ട്രിപ്പ് ഒക്കെ ഡീലേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നല്ല ഓഫേഴ്സ് എത്ര തൊഴിലാളികൾ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് ഇപ്പോ? എത്ര കുടുംബം പ്രത്യക്ഷമായും പരോക്ഷമായും? ലേബേഴ്സ് അടക്കം ഏകദേശം 100 പേര് താങ്കളുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് 10,000-ഓളം വരുന്ന ഡീലർമാർ നിങ്ങൾക്ക് കരുത്തായിട്ടുണ്ട്. യെസ്. ജീവിതം സുല്ലേ എന്ത് പാഠം പഠിപ്പിക്കുന്നു? ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇങ്ങനെ ഈ 2 ബ്രാൻഡിന്റെ വടക്കേ മലബാറിലെ 1ാമത്തെ നിർമ്മാതാക്കൾ, അതൊക്കെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ കാണുക. കാരണം ഈ മലബാർ ബിസിനസിന് പറ്റിയ മണ്ണല്ല എന്ന് പറയും. കാരണം ഇതൊരു ചുമന്ന വേരോട്ടം, അതിനോട് ചുമന്ന മണ്ണ് എന്നാ പറയപ്പെടുക. എന്താണ്? പക്ഷേ ഞാൻ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നല്ല മണ്ണാണ്. എന്താണ് നിങ്ങൾ പഠിപ്പിച്ച പാഠം? പേഴ്സണലി അതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. സച്ചിന് പേഴ്സണലി അതാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നല്ല മണ്ണാണ്. പക്ഷെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ, ബിസിനസിന് ഞാൻ പറയട്ടെ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു മേഖല തന്നെയാണ് കേരളം, മലബാർ. സച്ചിൻ എന്ത് പാഠം പഠിക്കുന്നു?
ഓയിൽ ഫീൽഡെല്ലാം വിട്ട് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടോ അതോ ഇവിടെ തന്നെ നിൽക്കണോ? അയ്യോ, അതൊരിക്കലും തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പോകണം. അപ്പൊ ഇത് തന്നെ എന്ത് പറയുന്നു ഉപഭോക്താക്കളോട് നിങ്ങളുടെ ഡീലേഴ്സ്? ഇന്ന് 100% സംതൃപ്തിയില്ല നമുക്ക് ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ. ഇപ്പൊ ഞാൻ പറയുമ്പോ എന്റെ വീട്ടില് ചെറിയ മോനുണ്ട്, കുറച്ച് വയറ്റിൽ പഠിക്കുന്ന ഒരു മോനുണ്ട്, ചെറിയ 3 വയസ്സുള്ള മകനുണ്ട്, ഇപ്പൊ മമ്മി ഉണ്ട്. അപ്പൊ ഇവരൊക്കെ വരുമ്പോ ഞാൻ എന്റെ ഈ ലിസ്മ എന്ന് പറഞ്ഞ ബ്രാൻഡിലെ പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അവർക്ക് അത് വെച്ചിട്ട് കൊടുക്കുക. മൊത്തം 55 പ്രൊഡക്റ്റുകളല്ലേ നമുക്കുള്ളത്. പണ്ട് വേറെ ബ്രാൻഡിന്റെ സാധനം എടുക്കണമെങ്കിൽ ഇന്ന് ഞാൻ എന്റെ സ്വന്തം ബ്രാൻഡിന്റെ സാധനം എടുത്തിട്ടാണ് വീട്ടിൽ. എന്താണ് സനിൽ എന്ത് തോന്നുന്നു? അതിന്റെ ക്വാളിറ്റി തന്നെയാണ്, നമ്മൾ ഈ ഐറ്റത്തിന്റെ ക്വാളിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കോംപ്രമൈസ് ഇല്ലാതെ മുന്നോട്ട് ഇല്ലാത്ത ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സമയം തീരുന്നു. ലിസ്മയും നന്മയും 2 ബ്രാൻഡുകളാണ്. അതിനകത്ത് ഈ സഹോദരന്മാർ പറയുന്ന ഒരു വാക്ക് നമുക്ക് വിശ്വസിക്കാം. കാരണം നിങ്ങൾ വിലക്കിഴിവിൻ്റെയും വലിയ ഓഫറുകളുടെയും പുറകെ പോകാൻ ഞങ്ങൾ തയ്യാറല്ല. എന്നാൽ അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. ജനങ്ങളുടെ കാരണം ഇതൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, TV, ഫ്രിഡ്ജ്, ഈ സാധനങ്ങളൊക്കെ അതിനേക്കാൾ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ശരീരത്തിലേക്ക് ഇതുവഴി ഭക്ഷണം കടന്നു പോകും. അപ്പം നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു മേഖലയാണ് നോൺ സ്റ്റിക്കും പ്രഷർ കുക്കറും. അപ്പോൾ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് വളരെ ദൃഢനിശ്ചയത്തോടു കൂടി ലിസ്മയും നന്മയും പറയുന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിനെ നമുക്ക് ഇഷ്ടപ്പെടാം, സ്നേഹിക്കാം, ചേർത്തു പിടിക്കാം. അത് ഇത്രയും നേരം സംസാരിക്കുമ്പോൾ എവിടെയും ഇവർ ഒരു അവർക്ക് വർത്തമാനം പറയുമ്പം എവിടെയും ഒരാശങ്ക ഉണ്ടായിട്ടില്ല. നിലപാടുകൾ കൃത്യമാണ്, ഗുണനിലവാരത്തിൽ കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ നന്മയെയും ലിസ്മയെയും നമുക്ക് ചേർത്ത് പിടിക്കാം. പ്രേക്ഷകർക്ക് മുന്നിൽ ഈ 3 യുവ സംരംഭകരെ ഞാൻ പരിചയപ്പെടുത്തുന്നു, നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 3 പേർക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.